السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه ملء السماوات وملء الأرض وملء ما شاء ربنا من شيء بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജഗനിയന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിതം ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സുദിനങ്ങളും ഇസ്ലാമിക ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സദാസമയവും ശുക്ർ കാണിക്കുന്ന ആളുകളായി ജീവിക്കണേ എന്നും കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ വിപത്ത്, മുസീബത്ത്, പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളായിരിക്കാം നൽകാനുണ്ടാവുക. ഉമ്മത്ത് മുസ്ലിമത്തിൽപ്പെട്ട ആളുകളോട് തന്നെയും എന്താണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവുക വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും വിഷയങ്ങളും തന്നെയായിരിക്കും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ വിപത്ത്, ഏറ്റവും വലിയ ദുരന്തം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടിക്കേ സാധ്യതയുള്ളൂ. അത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം തന്നെയാണ്. ലോക മുസ്ലിമീങ്ങൾ, ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പകർത്തുവാനും ചെയ്യുവാനുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ ജീവിതമായി കൊണ്ട് നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും, ഓരോ മിനിറ്റിലും, ഓരോ സന്ദർഭങ്ങളിലും, ഓരോ അവസരങ്ങളിലും ഒക്കെ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം തന്നെയാവണം നമ്മുടെയൊക്കെയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആപത്തായി, ദുരന്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും കണക്കാക്കേണ്ടതും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഉമ്മത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെയും എൻ്റെ വിയോഗത്തെക്കാൾ വലുതല്ല എന്ന് ചിന്തിക്കുകയും അതിനേക്കാൾ എനിക്ക് മരണം സംഭവിച്ചു, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, അതിനേക്കാൾ വലിയ ഒരു വിപത്തും ഇല്ല എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതത് സമയങ്ങളിൽ സംഭവിക്കുന്ന മുസീബത്തുകളെ, ദുരന്തങ്ങളെ നോക്കിക്കാണാനും സമാധാനമടയാനുമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ വിയോഗം അത്രമേൽ വിശ്വാസികളുടെ ജീവിതത്തെയും വിശ്വാസികളുടെ മനസ്സിനെയും സദാ ഓർമ്മിക്കുന്ന ഒരു കാര്യമായിക്കൊണ്ട് നിലനിർത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയും ഒരു അടുക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം പെട്ടെന്ന് സംഭവിച്ച ഒന്നായിരുന്നില്ല. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മാസങ്ങൾക്ക് മുമ്പ് തന്നെ
അതിൻ്റെ അടയാളങ്ങളും തെളിവുകളുമൊക്കെ ഓരോന്നോരോന്നായി കൊണ്ട് പ്രകടമായിരുന്നു. നമുക്കറിയാം, ഹിജ്റ 10-ാം വർഷം റമദാൻ. എല്ലാ റമദാനിലും അള്ളാഹിൻ്റെ പ്രവാചകൻ അവസാനത്തെ 10 ദിവസം ഏത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഒരു തവണ ഖുർആൻ അതുവരെ ഇറങ്ങിയത് പാരായണം ചെയ്യിപ്പിക്കുകയും ഓരോന്നിൻ്റെയും സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയും അത് അറിയിച്ചു കൊടുക്കുകയും അതനുസരിച്ച് കൊണ്ട് തന്നെ അത്തരം ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു നിലനിർത്തിയിരുന്നത്. എന്നാൽ അവസാനത്തെ വർഷം ഹിജ്റ 10-ാം വർഷം റമദാനിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം ഏത്തിക്കാഫിരിക്കുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 തവണ വന്ന് ഖുർആൻ നോക്കുകയും ചെയ്തതായി കൊണ്ട് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അതൊക്കെയും തിരിച്ചു പോകാനുള്ള ഒരു തുടക്കത്തിന് വഴിയൊരുങ്ങുന്നു എന്ന അടയാളങ്ങളായിരുന്നു നമുക്കൊക്കെയും മുമ്പിൽ വരച്ച് കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസമായപ്പോൾ ഹജ്ജത്തുൽ വദാ സംഭവിക്കുകയാണല്ലോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ കൂടിയ സ്വഹാബ കിറാമുകളോട് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഇവിടെ വെച്ച് ഇനി ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുമോ കണ്ടുമുട്ടുമോ എന്നെനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹജ്ജത്തുൽ വദാ സംഭവിക്കുന്ന അവസാനത്തെ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാസങ്ങളിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചനകൾ അതിലൂടെ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ജംറത്തുൽ അഖബയിൽ വെച്ച് അള്ളാഹിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കുക, എന്നിൽ നിന്ന് പകർത്തുക, എന്നിൽ നിന്ന് ഏറ്റെടുക്കുക. ഇനി അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ ഇതിന് ശേഷം ഞാൻ ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതേ ദുൽഹിജ്ജ മാസത്തിൻ്റെ 12-ാം തീയതി വിശുദ്ധ ഖുർആനിൽ അവസാനത്തെ സൂറത്ത് ഇറങ്ങുന്നുണ്ട്, സൂറത്തുൻ നസ്ർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമായ നിലക്കുള്ള ഒരു തെളിവാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ജനങ്ങൾ കൂട്ടം കൂട്ടമായി കൊണ്ട് ദീനിലേക്ക് മതത്തിലേക്ക് വരുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിജയവും അള്ളാഹുവിൻ്റെ സഹായവും ഒക്കെ വന്നെത്തിക്കഴിഞ്ഞാൽ ആ നാഥനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുക, പാപമോചനം തേടുക. തീർച്ചയായും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കാൻ. അപ്പോൾ അള്ളാഹു അവിടെ വിജയം പൂർത്തിയാക്കി, ഇസ്ലാമിനെ പൂർത്തിയാക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ തൃപ്തിപ്പെട്ട് പൂർത്തിയാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നിത്യാദിയുള്ള ആയത്തുകളുടെ അവതരണവും അവിടെ തന്നെ സംഭവിക്കുകയാണല്ലോ. അതിലൂടെ ഒക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ അടയാളങ്ങളും തെളിവുകളും നൽകുകയാണ്. നമുക്കറിയാം, ഈ ആയത്തുകൾ, ഈ സൂറത്തുകളൊക്കെ കേൾക്കുമ്പോൾ സഹാബാക്കളിൽ ബുദ്ധികൂർമ്മതയുള്ള ദീർഘവീക്ഷണമുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുകയാണ്. അവർക്കൊക്കെ ബോധ്യപ്പെടുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബിലേക്കുള്ള മടക്കം മാത്രമാണ് ബാക്കിയുള്ളത് എന്നവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെയും അതിങ്ങനെ ആലോചിച്ച് വല്ലാത്ത സങ്കടം പ്രകടിപ്പിച്ച് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തോടു കൂടി ദുനിയാവിനോടുള്ള വിടപറയലുകൾ ഓരോന്നോരോന്നായി ആരംഭിക്കുകയാണ്. എൻ്റെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട്, അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ള ദൗത്യം 100% അമാനത്തോടുകൂടി ഞാനത് നിർവഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ അള്ളാഹിൻ്റെ പ്രവാചകൻ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഒരുക്കങ്ങൾ ഓരോന്നോരോന്നായി നടത്തുകയാണ്. നമുക്കറിയാം, ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ മറമാടിയിട്ടുള്ള ശുഹദാക്കളെയൊക്കെ
ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു യാത്ര പറയുന്നത് പോലെയുള്ള ഒരു വിസിറ്റിംഗ് ആയിരുന്നു. അന്നത്തെ ദിവസം തന്നെ രാത്രി ഏറെ വൈകി മദീനയുടെ അടുത്ത് മറമാടിയിട്ടുള്ള ബക്കയിലേക്ക് ചെന്ന് അവിടെയുള്ള സഹാബ കിറാമുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അവരോട് പറയുന്നുണ്ട്, ഞാനും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് എന്ന്. അപ്പോൾ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യാത്ര പറച്ചിലാണ്. നമ്മളൊക്കെ സാധാരണ ഖബർസ്ഥാനിലൂടെ അടുത്തുകൂടെ പോകുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ഞങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവരാണ് എന്ന്. എന്നാൽ അള്ളാഹിൻ്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അവരോടാ പറഞ്ഞത് കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു യാത്ര പറച്ചിലായിരുന്നു. രാത്രി അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോവാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിൻ്റെ ആരംഭം സംഭവിക്കുന്നത് ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിലെ 29-ാം തീയതി ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അന്ന് ബക്കയിൽ ഒരു മയ്യത്ത് മറമാടിയ ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത കഠിനമായ തലവേദന അനുഭവപ്പെടുകയാണ്. അങ്ങനെ വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടുകൊണ്ട് ആ തലവേദനയെ പറ്റിയുള്ള കാഠിന്യം പോലും നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ തലപ്പാവിന് മുകളിൽ വരെ ആ ചൂടിങ്ങനെ പ്രകടമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആ ചൂടിങ്ങനെ പ്രകടമായിരുന്നു. അത്രക്ക് കഠിനമായ തലവേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. വാ കർബാ, വല്ലാത്തൊരു തലവേദന എന്നിങ്ങനെ ആ മഹദി പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂലും തിരിച്ചു പറയുകയാണ്, ആയിഷ എനിക്കും വല്ലാത്തൊരു തലവേദന അനുഭവപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ കാണാം, ഖൈബറിൽ അന്ന് കഴിച്ച വിഷത്തിൻ്റെ ആ ഒരു പ്രയാസം എൻ്റെ ശരീരത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ഖൈബറിൽ സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാലോ, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അന്ന് കഴിച്ച വിഷത്തിൻ്റെ ആ ഒരു പ്രയാസം ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സാഹചര്യം. അങ്ങനെ രോഗം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഓരോ സുദിനങ്ങളിലും ഓരോ അവസരങ്ങളിലും ഉമ്മത്ത് മുഹമ്മദിന് വേണ്ട നിർദ്ദേശങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹിൻ്റെ റസൂല് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാന സമയങ്ങളിൽ, അവസാന വാരം, അവസാനത്തെ ആഴ്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ കൂടെയായിരുന്നല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. രോഗം കഠിനമായപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അയിന ഗദൻ, നാളെ ഞാൻ എവിടെയാ എന്ന നിലയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർക്ക് കാര്യം മനസ്സിലായി. അള്ളാഹിൻ്റെ റസൂല് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. എന്നിരുന്നാലും അത് അള്ളാഹിൻ്റെ റസൂലിന് പറഞ്ഞാൽ മതി അവരോട്, എനിക്ക് ആയിഷയുടെ അടുക്കിലേക്ക് പോകണമെന്ന്. പക്ഷേ നീതി നിർവഹണത്തിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ അത് പറഞ്ഞില്ല. മറിച്ച് ഭാര്യമാർ ആ കാര്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അങ്ങനെ അവർ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം അള്ളാഹിൻ്റെ റസൂലിന് അറിയാം അവസാന നിമിഷങ്ങളാണ് സംഭവിക്കുന്നത്. ആ അവസാന നിമിഷങ്ങളിൽ തന്നെ പരിചരിക്കാൻ ബുദ്ധിശക്തി കൂടുതലുള്ള, ആരോഗ്യമുള്ള, എല്ലാറ്റിനും തൻ്റെ ഇടമുള്ള, നല്ല ബുദ്ധികൂർമ്മതയുടെ ഉടമയായ ഈ സംഭവ വികാസങ്ങളൊക്കെയും നാളെ ഉമ്മത്തിന് വിവരിച്ചു കൊടുക്കാൻ അർഹതയുള്ള ഒരാൾ ആയിഷയാണ്. അതുകൊണ്ട് ആ ആയിഷയുടെ അടുക്കലായിരിക്കണം എന്ന ആഗ്രഹമായിരിക്കാം. അങ്ങനെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ടുപോവാണ്. രോഗം വർദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ സൂറത്ത് മുഅവ്വദാത്ത് ഓതുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓതുകയും അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈകളിലേക്ക് ഊതി കൊടുത്തുകൊണ്ട് ആ കൈകൾ കൊണ്ട് ശരീരം മുഴുവൻ തടവിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് മന്ത്രം ചൊല്ലാനുള്ള അനുവാദം നൽകുന്നത് ഇപ്രകാരമാണ്. ആ മന്ത്രം ഇങ്ങനെയാണ് ഉരുവിടേണ്ടത്. നമ്മൾ ചൊല്ലി നമ്മുടെ കൈകളിൽ ഊതി നമ്മളിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക.
എന്നാൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ കൈകളിലേക്ക് തന്നെ ഊതിക്കൊടുക്കുകയും പ്രവാചകന്റെ കൈകൾ കൊണ്ട് തന്നെ ശരീരമാസകലം തടവിപ്പിക്കുകയും ചെയ്തു. ആ കൈയുടെ ബർക്കത്ത് അള്ളാഹിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ വിയോഗത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ബുധനാഴ്ച ദിവസം, ആ ബുധനാഴ്ച ദിവസം പനി വല്ലാതെ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, 7 തോൽപാത്രത്തിലെ വെള്ളം കൊണ്ട് എന്നെ ഒന്ന് കുളിപ്പിക്കുക, എനിക്കൊരല്പം ആശ്വാസം കിട്ടട്ടെ, അങ്ങനെ എനിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാമല്ലോ എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും 7 തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവരികയും അങ്ങനെ അള്ളാഹിന്റെ പ്രവാചകന്റെ തലയിലൂടെ അതിങ്ങനെ ഒഴിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന് കുറച്ചൊരു ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ആശ്വാസം അനുഭവപ്പെട്ടപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ പള്ളിയിലേക്ക് വരികയും ദുഹറിന്റെ സമയത്ത് പള്ളിയിലേക്ക് വന്ന് മിമ്പറിലേക്ക് കയറിക്കൊണ്ട് വളരെ പ്രസക്തമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആദ്യമായി കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാവട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഹും മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളൊക്കെ പള്ളികളാക്കിയ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ശാപമുണ്ടാകട്ടെ അള്ളാഹുവിന്റെ എന്നത് പ്രാർത്ഥിക്കുകയാണ് അവിടെ വെച്ച്. എന്നിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തത്തഖിദു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു. ഖബർ ആരാധന വിരോധിക്കുകയും ഖബർ പൂജ വിരോധിക്കുകയും തൻ്റെ ഖബർ അത്തരത്തിൽ പൂജിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമായി മാറരുതേ എന്ന് പോലും അള്ളാഹിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹ് എൻ്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി നീ മാറ്റരുതേ എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന വളരെ പ്രസക്തമാണല്ലോ. ഇന്ന് പലരും ഖബറാരാധനകളുടെ ആളുകളെ ഖബറാരാധനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച് പല സ്ഥലങ്ങളിലെയും ഖബറുകൾ ഉദ്ഘാടനം ചെയ്ത് അതിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ വിശ്വാസത്തെ, ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹിന്റെ പ്രവാചകൻ വിട പറയുന്നതിന് മുമ്പ് ശ്രദ്ധേയമായ ഒരു ഉപദേശം നൽകി. എന്നിട്ട് അത് നടത്തുന്ന ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവട്ടെ എന്ന് വരെ മിമ്പറിൽ കയറിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്യത്ഭുതകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി അന്ന് ദുഹറിന്റെ നമസ്കാരത്തിന്റെ ആ സമയത്ത്. മിമ്പറിൽ നിന്നുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതകരമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. തൻ്റെ ജീവിതത്തിന്റെ കാലയളവിൽ സംഭവിച്ചു പോയ സംഭവ വികാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വാക്കാലോ പ്രവൃത്തിയാലോ സാമ്പത്തികമായോ ആളുകളുമായി കൊണ്ട് വല്ല ഇടപാടുകളും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെയും തീർക്കാൻ വേണ്ടി പരിശുദ്ധനായ നിലക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അള്ളാഹിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയ സഹാബാക്കൾ പറഞ്ഞു, അടുത്തിരിക്കുക, കുറച്ചും കൂടെ നിങ്ങൾ അടുത്തിരിക്കും എന്ന് പറഞ്ഞു. എല്ലാ സഹാബാക്കളും അടുത്തടുത്തേക്കിരുന്നു, പ്രവാചകന്റെ അടുക്കലേക്ക് ഇങ്ങനെ ചേർന്നിരുന്നു. അള്ളാഹിന്റെ പ്രവാചകൻ ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, ഞാൻ ആരെയെങ്കിലും അകാരണമായി അടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും അകാരണമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ പുറമിതാ എന്ന് പറഞ്ഞ് തൻ്റെ കഴുത്ത് താഴ്ത്തി പിരടിയുടെ വെള്ള കാണുമാറ് തല താഴ്ത്തിക്കൊണ്ടുള്ള എൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഇതാ എൻ്റെ ശരീരം, ഇതാ നിങ്ങൾ അടിച്ച് തീർക്കണേ, ഞാൻ അകാരണമായി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കണേ എന്ന് പറയുകയാണ് അള്ളാഹിന്റെ പ്രവാചകൻ. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, ആരെങ്കിലും ഞാൻ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം ഇതാ, നിങ്ങൾ എന്നെ അപമാനിച്ചു കൊള്ളുക, ഞാൻ ക്ഷതമേൽപ്പിച്ചതുപോലെ നിങ്ങൾ തിരിച്ചു ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. മൂന്നാമതായി അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ച് തിരിച്ചു വാങ്ങണേ എന്ന് പറഞ്ഞു. ദുഹർ നമസ്കാരത്തിന് ശേഷം വീണ്ടും അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു. ആ സമയത്ത് ഒരു സഹാബി പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് നിങ്ങൾ 3 ദിർഹം തരാനുണ്ട്, 3 ദിർഹം എനിക്ക് നിങ്ങൾ തരാനുണ്ട് എന്ന് പറഞ്ഞു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അത് അവന് കൊടുത്തേക്കുക. അങ്ങനെ ആ 3 ദിർഹത്തിന്റെ കടം അള്ളാഹിന്റെ പ്രവാചകൻ അവിടെ വെച്ച് വീട്ടുകയാണ്. നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, 3 ദിർഹത്തിനെയൊക്കെ ഈ സഹാബി എന്തിനാ അള്ളാഹിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അള്ളാഹിന്റെ പ്രവാചകൻ പരിശുദ്ധനായിക്കൊണ്ട് തിരിച്ചു പോകണം എന്ന പ്രവാചകന്റെ ആഗ്രഹം
ആ സ്വഹാബ അവിടെ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അവസാന സമയത്ത് അള്ളാഹിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമായിട്ടും അദ്ദേഹം കണക്കാക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വഫാത്തിന് മുമ്പായി കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് താൻ ചെയ്തു പോയ അപരാധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തികമായി ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടം കൊടുത്തതോ വാങ്ങിയതോ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അകാരണമായി വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പൊരുത്തം വാങ്ങി അല്ലെങ്കിൽ തിരിച്ചതുപോലെ സ്വീകരിച്ച് ശുദ്ധനായി കൊണ്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും പലരും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഇതൊന്നും ആരോടൊന്നും ചോദിക്കൂലെന്നും പറയൂല, ആരോടും പറയൂല. മാപ്പ് ചോദിക്കാൻ മടിയാണ്. സാമ്പത്തികമായ ഇടപാടുകൾ മുഴുവനായി തീർക്കാതെ മുന്നോട്ട് പോകും. എന്നിട്ട് മരിച്ച് മയ്യത്തായി കിടക്കുമ്പോൾ അതിൻ്റെ ആളുകൾ, മക്കളോ മരുമക്കളോ അതല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും അടുക്കൽ വന്ന് നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ആള് ഈ കിടക്കുന്ന മയ്യത്ത് നിങ്ങളോട് വല്ലതും ചെയ്തു പോയിട്ട് നിങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് പറയാറുണ്ട്. അങ്ങനെ പൊരുത്തം ചോദിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്. മരണത്തിന് മുമ്പായി കൊണ്ട് തന്നെ എല്ലാ ഇടപാടുകളും എല്ലാവരുമായിട്ടുള്ളതും തീർക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്ന് മരിക്കും എപ്പോൾ മരിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഏറ്റു പറയണം, അവരോട് തിരിച്ച് ചെയ്യാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ പൊരുത്തം പെടാൻ വേണ്ടി പറയണം. സാമ്പത്തികമായ ഇടപാടുകളൊക്കെ കൃത്യമായ രേഖ വെച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു ക്രമവും ചിട്ടയും വേണം. അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിക്കുകയാണ്. അടുത്തതായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഊസിക്കും ബിൽ അൻസാർ, അൻസാറുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്നാണ്. അവരെൻ്റെ കൂട്ടുകാരാണ്, അവരെൻ്റെ കുടുംബക്കാരാണ്, അവർ നിങ്ങളെ സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കാൻ. മുഹാജിറുകളായ ആളുകൾ അൻസാറുകളിലേക്ക് കടന്നു വന്ന സാഹചര്യം നമുക്കറിയാലോ. മക്കയിൽ നിന്ന്, അതേപോലെ തന്നെ അബസീനിയയിൽ നിന്ന്, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മുഹാജിറുകളായി കൊണ്ട് അവിടേക്ക് ആളുകൾ വന്നപ്പോൾ സ്വീകരിച്ചത് അൻസാറുകളായ ആളുകളാണ്. മുഹാജിറുകൾ ഒന്നുമില്ലാതെ കടന്നു വന്നവരാണല്ലോ, ഒരു സാധനവും കയ്യിലില്ലാതെ വന്നവരാണല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കരള് പകുത്ത് നൽകിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമായ ഒരു ചരിത്രമാണത്, എത്ര സുന്ദരമായ ചരിത്രമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിന് അപ്പുറത്താണ് ആ ചരിത്രത്തിന്റെ വ്യാപ്തി കിടക്കുന്നത്. 2 വീടുള്ളവർ ഒരു വീട് കൊടുക്കുക, ഒരു വീടുള്ള ആളുകൾ അത് പകുതി മുറിച്ച് പകുതിയാക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, ഒരു മുറിയുള്ള ആൾ ആ മുറിയിലെ ഇടയിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് ഇപ്പുറത്തെ മുറിയിൽ താമസിപ്പിക്കുക, സമ്പത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചവരാണ് അൻസാറുകളായ ആളുകൾ. അതുകൊണ്ട് തന്നെ ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, മുസ്ലിം ഉമ്മത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അൻസാറുകൾ എണ്ണം കൂടുന്നില്ലല്ലോ. അൻസാറുകൾ ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് അത് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അൻസാറുകളെ ആദരിക്കണം, ബഹുമാനിക്കണം. അൻസാറുകൾ എപ്രകാരം ആവുമെന്ന് പറഞ്ഞു? കൽമിൽഹി ഫി ത്വആം എന്ന് പറഞ്ഞു. ഭക്ഷണത്തിലെ ഉപ്പ് പോലെ ആയിത്തീരുന്ന അവസ്ഥയാണ്. ഭക്ഷണം കുറേ ഉണ്ടാവും, പക്ഷെ ഉപ്പ് കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ അൻസാറുകളാകുമ്പോൾ ആ അൻസാറുകളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നത് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകി, ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ, അതല്ലെങ്കിൽ ആഖിറത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ 2 കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. അള്ളാഹിന്റെ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മദീന പള്ളിയുടെ ഒരു മൂലയിലിരുന്ന ഒരു വയസ്സനായ ഒരു മനുഷ്യൻ പൊട്ടിക്കരയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അത്. അപ്പൊ ആളുകളൊക്കെ ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകർ ഈ വാക്ക് പറഞ്ഞ ഏതോ ഒരാളെ പറ്റി പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഒരു അള്ളാഹു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞതല്ലേ, എന്തിനാ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്കത് കാര്യം ബോധ്യപ്പെട്ടത്. ആ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു എന്നും, അള്ളാഹിന്റെ റസൂല് അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് സ്വീകരിച്ചത് എന്നും അന്ന് ബോധ്യപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അത് ആലോചിച്ചാണ് കരഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. 4 ദിവസങ്ങൾക്ക് മുമ്പ് വ്യാഴാഴ്ച ദിവസം പ്രവാചകന്റെ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ ഒരു പേപ്പർ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഴുതി തരാം, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നൽകാം, അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, പ്രശ്നങ്ങളില്ലാതിരിക്കാൻ സഹായിക്കും എന്ന നിലക്ക് അള്ളാഹിന്റെ റസൂൽ ആവശ്യപ്പെട്ടതാണ്.
ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകൻ വല്ലാത്ത പ്രയാസത്തിലാണ്, ഈ സമയത്ത് നമ്മൾ പേപ്പറൊന്നും കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എതിരഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇറങ്ങിപ്പോവുക, നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊള്ളുക, എൻ്റെ മുമ്പിൽ വെച്ച് വാക്ക് തർക്കങ്ങളുടെ ആവശ്യമില്ല, ശബ്ദം ഉയർത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ പ്രവാചകൻ അവരോട് പുറത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. 3 കാര്യങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിർദ്ദേശിച്ചു. ജസീറത്തുൽ അറബിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളെ മാറ്റിപ്പാർപ്പിക്കുക, മക്കയുടെയും മദീനയുടെയും ആ ഒരു ഏരിയയിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളെ മാറ്റിപ്പാർപ്പിക്കുക, അവിടെ മുസ്ലിങ്ങളല്ലാത്ത ഒരാളും അങ്ങോട്ട് കടക്കേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു. അതേപോലെ തന്നെ രണ്ടാമതായി പറയുന്നത്, നിയോഗിച്ച സംഘങ്ങളെ അവരവരുടെ ബൈക്ക് വിട്ടേക്കുക, അവരൊക്കെ ആ നിയോഗിച്ച ദൗത്യങ്ങളുമായിട്ട് കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. മൂന്നാമതായി കൊണ്ട് പറഞ്ഞു, അസ്സലാ, നമസ്കാരം, അമാ മലക്കത്ത് ഐമാനക്കും, അടിമകളായ ആളുകൾ. ഈ 3 കാര്യങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം അവരെ ഉപദേശിച്ചു. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കുകയാണ്. സൂറത്ത് പാരായണം ചെയ്തത് വൽ മുർസലാത്തി ഉർഫ എന്ന സൂറത്താണ് പാരായണം ചെയ്തത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ മഗ്രിബ് നമസ്കാരത്തിന് പ്രത്യേകിച്ചും ചില ആയത്തുകളുടെ എണ്ണം കൂടുമ്പോഴേക്ക് പ്രയാസം ഉണ്ടാവുന്ന ആൾക്കാരാണ്. സൂറ മുർസലാത്ത് അള്ളാഹിൻ്റെ പ്രവാചകൻ ആ അവസാനത്തെ നമസ്കാരത്തിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പാരായണം ചെയ്യാൻ. അങ്ങനെ പാരായണം ചെയ്ത് നമസ്കരിച്ചു. നമസ്കാരം പൂർത്തിയായി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. ഇശാഇൻ്റെ നമസ്കാരത്തിന് സമയമായി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പള്ളിയിലേക്ക് വരാൻ നോക്കുമ്പോൾ രോഗത്തിൻ്റെ കാഠിന്യം കാരണം അദ്ദേഹത്തിന് വരാൻ കഴിയുന്നില്ല. രോഗകാഠിന്യം വർദ്ധിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ നിമിഷത്തിലും രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അസ്വല്ലന്നാസ്, ജനങ്ങളെ നമസ്കരിച്ചോ? മറുപടി നൽകുന്നു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അലാ വഹും യംതദറൂനക, ഇല്ല പ്രവാചകരെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. വെള്ളം കൊണ്ടുവന്നു, വുദു എടുത്തു. അദ്ദേഹം ബോധക്ഷയമായി വീണുപോയി. ബോധം വന്ന ഉടനെ വീണ്ടും ചോദിക്കാൻ, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ലാ വഹും യംതദറൂനക, താങ്കളെ വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ രണ്ടാമതും വുദു എടുക്കുന്നു, ബോധം കെട്ട് വീഴുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വരുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ഇല്ല, വഹും യംതദറൂനക. അങ്ങനെ വീണ്ടും വെള്ളം കൊണ്ട് അങ്ങോട്ട് കൽപ്പിക്കുന്നു. മൂന്നാമതും വുദു എടുക്കുന്നു, ബോധക്ഷയനായി വീണു പോകുന്നു. വീണ്ടും ബോധം വന്നപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? അദ്ദേഹം മറുപടി, വഹും യംതദറൂനക. അങ്ങനെ തനിക്ക് പോകാൻ സാധ്യമല്ല എന്ന് ബോധ്യമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുറു അബൂബക്കർ യുസല്ലി ഫിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കുക, ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അള്ളാഹിന്റെ പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ വാപ്പ മാനസികമായി വല്ലാത്ത മൃദുലതനാണ്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരഞ്ഞു പോകും, അതുകൊണ്ട് ആളുകൾ കേൾക്കില്ല, അതുകൊണ്ട് വേറൊരാളെ നിൽപ്പിച്ചുകൂടെ? വീണ്ടും അള്ളാഹിന്റെ പ്രവാചകൻ പറയുന്നു, മുറു അബൂബക്കർ യുസല്ലി ഫിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു. വീണ്ടും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത് ആവർത്തിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു. അങ്ങനെ 3 തവണ പറഞ്ഞ് അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ യൂസുഫിനെ വഴിവെപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ സ്വഭാവം കാണിക്കേണ്ട, അള്ളാഹിന്റെ പ്രവാചകന്റെ വാക്കനുസരിക്കുന്നു പറഞ്ഞു. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പ് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിഷ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. ശേഷമുള്ള 17 വക്ത് നമസ്കാരങ്ങൾക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് നേതൃത്വം നൽകിയത്. യഥാർത്ഥത്തിൽ ഖിലാഫത്തിനുള്ള ഒരു തെളിവായി, അല്ലെങ്കിൽ അള്ളാഹിന്റെ പ്രവാചകന്റെ ഒരു കൽപ്പനയായി പോലും അതിനെയൊക്കെ പിൽക്കാലത്ത് ആളുകൾ മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ദിവസം മുമ്പ് ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ആരും തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു സദ്വിചാരത്തോടു കൂടിയല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഒരു ദിവസം മുമ്പ്, ഞായറാഴ്ച ദിവസം, ഒരു മുഴുനീളെ പകല് അള്ളാഹിന്റെ പ്രവാചകനെ കിട്ടുകയാണ്. അവസാന സമയത്തേക്ക് കാര്യങ്ങൾ നീളുകയാണ്. അവസാന ദിവസം അള്ളാഹിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടായിരുന്ന അടിമകളെയൊക്കെ മോചിപ്പിച്ചു.
6-7 ദീനാറ് കയ്യിലുണ്ടായിരുന്നു. അതൊക്കെയും ദാനം ചെയ്തു. തൻ്റെ ആയുധങ്ങളൊക്കെയും മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സ്വതക്ക ചെയ്തു. തിങ്കളാഴ്ച സുബഹിൻ്റെ നേരം അദ്ദേഹം സുബഹിൻ്റെ സമയത്ത് റൂമിൻ്റെ വിരിപ്പ് മാറ്റി പള്ളിയിലേക്ക് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കീഴിൽ മുസ്ലിം ഉമ്മത്ത് അണിയണിയായി നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരം കണ്ട് അദ്ദേഹം പുഞ്ചിരിക്കുകയാണ്. ഇത് കണ്ട സഹാബാക്കള് അള്ളാന്റെ പ്രവാചകന് രോഗത്തിന് ശമനമുണ്ട് എന്ന് കരുതി സന്തോഷിക്കുകയാണ്. ആ സന്തോഷം അവരുടെ നമസ്കാരം പോലും ബാത്തിലാക്കി കളയുമെന്ന് തോന്നിയ പ്രവാചകൻ വിരിപ്പ് മാറ്റുകയും ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. പ്രവാചകന് അല്പം ആശ്വാസമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ സഹാബാക്കളൊക്കെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. മറ്റു സഹാബാക്കളൊക്കെ അല്പം ദൂരങ്ങളിലേക്കൊക്കെ കാര്യങ്ങളുമായിട്ട് പോയി. ദുഹാ സമയം അടുക്കുകയാണ്. ദുഹാ സമയം അടുത്തു. പ്രവാചകന്റെ രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട്, വാ കർബ അബാ, എൻ്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു മോളോട് പറയുന്നുണ്ട്, ലൈസ അബി കർബും ബാദലിയവും, ഇന്നത്തെ ദിവസത്തിന് ശേഷം മോളെ വാപ്പാക്ക് യാതൊരു പ്രയാസവും ഇല്ല മോളെ എന്ന് പറയുന്നു. പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ ചെവിയിലൊരു സ്വകാര്യം പറയാണ്. ആദ്യത്തെ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. മാസങ്ങൾക്ക് ശേഷം ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, മോളെ അന്ന് വാപ്പ എന്തായിരുന്നു മോളെ നിന്നോട് പറഞ്ഞത്? അതിൽ പറയുന്നുണ്ട്, പാപ്പ മോളെ ഞാനിത് മരിക്കാൻ പോവാണ്, എൻ്റെ മരണം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. രണ്ടാമതായി എൻ്റെ പാപ്പ എന്നോട് പറഞ്ഞത്, മോളെ എൻ്റെ കുടുംബത്തിൽ ആദ്യമായി എന്നെ അനുഗമിക്കാൻ നീ ആയിരിക്കും, ഇഹലോകത്തെ സ്ത്രീകളുടെ നേതാവായിട്ട് നിന്നെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു എന്ന് മറുപടി നൽകി. ശേഷം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ വിളിപ്പിക്കുന്നുണ്ട്. പേരക്കുട്ടികളെ വിളിപ്പിക്കുന്നു, ചുംബനം നൽകുന്നു, ഉപദേശങ്ങൾ നൽകുന്നു, ഭാര്യമാരോടെല്ലാം ഉപദേശങ്ങൾ നൽകുന്നു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഓരോന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്സലാ 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 വമാ മലക്കത് അയ്മാനുക്കും, നമസ്കാരം നമസ്കാരം നമസ്കാരം, അടിമകളുടെ കാര്യം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും നമസ്കാരം എന്ന ഒരു ഉത്ബോധനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ നമസ്കാരം പല അവസരങ്ങളിലും വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരോ, യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെ കൈകാര്യം ചെയ്തവരോ, ഒരു ഉളുപ്പുമില്ലാതെ ഒഴിവാക്കിയവരോ ആണ് നമ്മൾ. എന്നാൽ അള്ളാഹിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം വരെയും അസ്സലാ അസ്സലാ എന്നിങ്ങനെ ഉത്ബോധിപ്പിച്ചു കൊണ്ടേയിരുന്നതാണ്. അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഗൗരവം കാണിക്കണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ആ സമയത്താണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് കടന്നു വരുന്നത്. ആയിഷത്തു സിദ്ദീഖയുടെ സഹോദരൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ. അങ്ങനെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള അറാക്കിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണു പോവുകയും ആ അറാക്കിലേക്ക് നോക്കിയപ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, പല്ല് തേക്കണോ വൃത്തിയാക്കണോ എന്ന്. ആംഗ്യം കാണിച്ചു. അതെ. അല്പം കാഠിന്യമുള്ള ആ അറാക്ക് തൻ്റെ വായിൽ വെച്ച് ചതച്ച് ഒരല്പം പരുവമാക്കി അള്ളാഹിന്റെ പ്രവാചകന്റെ പല്ല് തേപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും ദിവസം വൃത്തിയാവാത്ത അത്രയും നല്ല രീതിയിൽ പല്ല് വൃത്തിയാക്കിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ ആ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ വൃത്തി നേടുകയാണ്. അങ്ങനെ പല്ല് തേപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പാത്രത്തിൽ വെള്ളത്തിൽ കൈയിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്ത പ്രയാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. ആ തടവിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. അതിങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശബ്ദമൊക്കെ താണു. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ചാരി ഇരിപ്പിച്ചേക്കാണ് മടിയിലേക്ക്. അങ്ങനെ ശബ്ദം താണപ്പോൾ
തല ഇങ്ങനെ കുനിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ എന്താണ് ഉരുവിടുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ പ്രവാചകൻ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വറഹംനി, അള്ളാഹ് എനിക്ക് പുറത്തു തരണേ, എന്നോട് കാരുണ്യം കാണിക്കണേ. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവേ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ആക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റഫീഖുൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖുൽ അഅ്ലാ എന്നിങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ആകാശത്തേക്ക് ഇങ്ങനെ വിരളി ചൂണ്ടാണ്, കണ്ണതിനെ അനുഗമിക്കുകയാണ്, പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ റഫീഖുൽ അഅ്ലാ. കൈ ഇങ്ങനെ കുഴഞ്ഞ് താഴേക്ക് വീഴാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹിന്റെ പ്രവാചകൻ ദുനിയാവിനോട് വിട പറഞ്ഞ് യാത്രയായി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന്റെ ദുഹാ സമയം. ലോക ഉമ്മത്ത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ അപകടം, അതിനേക്കാൾ വലിയ വിപത്ത് ഇനി ഒന്നും ഉമ്മത്ത് മുഹമ്മദിന് സംഭവിക്കാനില്ല. ആ ദിവസത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ചില സഹാബാക്കൾ പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ആ ദിവസം പ്രകാശപൂരിതമായ ദിവസമായിരുന്നു. അതിനേക്കാളും നല്ലൊരു ദിവസം ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രവാചകൻ വഫാത്തായ ദിവസം അതിനേക്കാൾ അന്ധകാരം നിറഞ്ഞൊരു ദിവസവും വന്നിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ജീവിതത്തിൻ്റെ അവസാന വേളയിലും ഉമ്മത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് നിർദ്ദേശിച്ച് കെട്ടുറപ്പുള്ള ഒരു സമൂഹമാക്കി ഉമ്മത്താക്കി മാറ്റിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുനിയാവിനോട് വിട പറഞ്ഞു. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ വിയോഗം ഓർമ്മിക്കുമ്പോൾ ആ പ്രവാചകന്റെ ചര്യകളോട് ആദരവും ബഹുമാനവും കാണിച്ച് ഓരോ ദിവസവും ഓരോ സുന്നത്തെങ്കിലും പുതുതായി ചേർക്കാനും ആ നബിചര്യയുടെ ശരിയായ പിന്തുടർച്ചക്കാരായിക്കൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കാണും പോലെയുള്ള നബിദിനം എന്ന പരിപാടിയിൽ, നബിദിനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹത്തിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കി അതല്ല യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ട് യഥാർത്ഥ വിശ്വാസികളായി മുന്നോട്ട് പോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയ അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ആ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെയും അല്ലാഹു ക്ഷമ നൽകുകയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിൽ ഹജാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين والحقنا بالصالحين. اللهم بيض وجوهنا، اللهم يمن كتابنا، اللهم يسر حسابنا، اللهم ثقل موازيننا بالحسنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين والحمد لله رب العالمين.